ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ സ്വന്തം നാടൻ പശു. കണ്ടോ, കാസർഗോഡൻ കുള്ളൻ ഇനത്തിൽപ്പെട്ട നമ്മുടെ തനത് കേരള ബ്രീഡ്. കണ്ടോ, പുള്ളി വയറൊക്കെ നിറച്ച് നല്ല ഫുൾ ടാങ്കാക്കി നിൽക്കുക. ഇവരിൽ നിന്നേ നമുക്കധികം പാലൊന്നും കിട്ടുമൊന്നുമില്ല. ആകെ ഒരു 1 ലിറ്റർ 2 ലിറ്ററൊക്കെ കിട്ടുള്ളൂ. ഇനി ചിലതിന് 3 ലിറ്ററൊക്കെ കിട്ടുന്നുണ്ട്, 3-3.5 ഒക്കെ പക്ഷേ അത് എല്ലാത്തിനും ഒന്നുമില്ല. ഈ 1 ലിറ്റർ കിട്ടുന്നതാണ് വളരെ നല്ലത്. അധികം വലിപ്പമൊന്നും വയ്ക്കുന്നില്ല. നമ്മുടെ അരയോളം പൊക്കമൊക്കെ വരുള്ളൂ. ഇവരുടെ പാലെന്ന് പറഞ്ഞാൽ ഏറ്റവും മിൽക്കാണ്. അതായത് ഒരുപാട് നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള പോഷകങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ മൂത്രവും ചാണകമൊക്കെ നമ്മുടെ മണ്ണിനും നമ്മുടെ പ്രകൃതിക്കുമൊക്കെ ഏറ്റവും അനുയോജ്യമാണ്. ഞങ്ങളിവിടെ പറമ്പിൽ രാസവളങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാറില്ല. ഞങ്ങളിവിടെ മൊത്തം തേക്ക് നട്ടുപിടിപ്പിച്ചിരിക്കുക. ഇതുവരെയായിട്ടും ഇതിനകത്ത് രാസവളങ്ങളൊന്നും പ്രയോഗിച്ചിട്ടില്ല. ഓരോ തേക്കൊക്കെ നിൽക്കുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ രാസവളങ്ങളോ മറ്റ് അതുപോലെയുള്ള കെമിക്കൽസ് ഒന്നും ചേർത്ത വളങ്ങളൊന്നും ഞങ്ങളിവിടെ ഉപയോഗിക്കാറില്ല. ഇവരെ വളർത്തുന്നതിനാന്ന് പറഞ്ഞാൽ നമുക്ക് ചിലവുകളൊന്നും തന്നെ ഇല്ല. അതായത് പച്ചപ്പുല്ലും വെള്ളവും അത് മതി, ആ വെള്ളം മതി. ഇങ്ങനെ തേക്കൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നുണ്ട്. തേക്കും അങ്ങനെയുള്ള വൃക്ഷങ്ങളാണ് പറമ്പിൽ കൂടുതലും നട്ടുപിടിപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ പറമ്പിലൊക്കെ നിറച്ച് പുല്ല. ഇവർക്ക് വയറ് നിറച്ച് കഴിക്കാനുണ്ട്. രാവിലെ അഴിച്ചു കെട്ടും, വൈകിട്ട് തിരിച്ച് കൂട്ടിലോട്ട് കൊണ്ട് കെട്ടും. ഇതേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ. പിന്നെ ഇടയ്ക്ക് ഒരു 1-2 തവണയൊന്ന് മാറ്റി കെട്ടിയാൽ മതി. ഈ ഹൈബ്രിഡ് പശുക്കളുടെ ചാണകത്തിൽ നിന്നും മൂത്രത്തിൽ നിന്നും കിട്ടുന്നതിൻ്റെ ഒരുപാട് ഇരട്ടി കോടാനുകോടി സൂക്ഷ്മാണുക്കളാണ് നമ്മുടെ പറമ്പിനകത്തോട്ട് വരുന്നത്, പെറ്റ് പെരുകുന്നത്. നമ്മുടെ പറമ്പിലൊക്കെ എവിടെയായാലും കളച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ മണ്ണരയെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെയാണ്, നിറച്ച് മണ്ണരയാണ്. ഞങ്ങളിവിടെ വിവിധ തരത്തിലുള്ള കൃഷികളുണ്ട്. അതിലൊന്നും ഞങ്ങൾ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ഇവരുടെ ചാണകപ്പൊടിയും ചാണകവും മൂത്രവുമാണ് ഉപയോഗിക്കുന്നത്. കണ്ടോ, ഇവരെ ഞങ്ങൾ ഇവിടെ പരിപാലിക്കുന്നത് സ്വന്തം ഉപയോഗങ്ങൾക്ക്, അതായത് ചാണകം, മൂത്രം, അങ്ങനെയുള്ള പാല്, അങ്ങനെയുള്ള ഇതിനു വേണ്ടി മാത്രമാണ്. ഒരിക്കലും ഒരു ബിസിനസ് മൈൻഡോടെ ചെയ്യുന്ന കാര്യമല്ല ഇത്. നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭമോ അങ്ങനെയൊന്നും ഇല്ല. ലാഭം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വളം ഇതൊന്നും കാശ് കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങാറില്ല. എല്ലാം ഇവരുമായിട്ട് ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. ആളുടെ വയറ് നല്ലപോലെ നിറഞ്ഞു. തിരിച്ച് കൂട്ടിലോട്ട് കൊണ്ടേ കെട്ടി. രാത്രിയിൽ ഒന്ന് കുറിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഇച്ചിരി സാധനം പറിച്ചു വിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല രോഗപ്രതിരോധ ശേഷിയാണ്. അതുകൊണ്ട് തന്നെ വേറെ അസുഖങ്ങളൊന്നും ഇവർക്ക് വരാറില്ല. ഏതും അടാപിടി മഴയത്ത് അഴിച്ചു കെട്ടാം, നമുക്ക് നല്ല വെയിലത്ത് കെട്ടാം. ഇതൊന്നും ഇവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. ഒന്നും അവരെ ഒരു തരത്തിലും ബാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവരെ പരിപാലിക്കുന്നതിൽ നമുക്ക് വേറെ രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് നല്ല ഉത്തരവാദിത്തമാണ്. ഒരു സ്ഥലത്തുനിന്ന് പോകാനോ അങ്ങനെയൊക്കെ ഇവരിങ്ങനെ ജീവനോടെ വീട്ടിലിരിക്കുമ്പം നമുക്കങ്ങനെ ഒഴിഞ്ഞ് പോകത്തില്ലല്ലോ. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതായത് വേറെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു പ്രശ്നവും ഇല്ല. ഇത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലത്. കണ്ടോ, അപ്പം ഈ കൊച്ചു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ടങ്ങ് വൈൻഡപ്പ് ചെയ്യുക, നിർത്തുക. ഇനി പുള്ളി വിശ്രമിക്കട്ടെ. ഓക്കെ, ബൈ.